സുഹൃത്തുക്കളെ നമസ്കാരം. അയ്യപ്പൻ്റെ കോപമേറ്റവരാരും രക്ഷപ്പെടത്തില്ല, രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. അതിപ്പം ശിക്ഷകളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അനുഭവിക്കാനിരിക്കുന്നത് ഒക്കെ നമ്മുടെ മുമ്പിലിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരോ അയ്യപ്പനെ കബളിപ്പിച്ചവരോ ഒന്നും രക്ഷപ്പെടത്തില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പത്മകുമാർ, മുരാരി ബാസു, വാസു, അതുപോലെ എന്താ പറയുന്നത്, പത്മകുമാറിൻ്റെ കൂടെ ബോർഡ് മെമ്പറായിട്ടിരുന്ന ആൾ വിജയകുമാർ, പിന്നിപ്പം ശങ്കർദാസ്, ഇവരെല്ലാവരും കോടതി വിധികളൊക്കെ മാറ്റി നിർത്തിക്കും. ഇവരൊക്കെ ഇപ്പം രോഗശയ്യയിലും അവരുടെ മാനസികാവസ്ഥയും എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാജകീയമായിട്ട് വാഴുന്നവരൊക്കെയാണ് ഇപ്പം ജയിലറയ്ക്കകത്തും മറ്റുള്ളവരുടെ മുമ്പിൽ തലയിലെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട്. ഈ പത്മകുമാറും വാസുവൊക്കെ ജയിലിലായിട്ട് എത്ര ദിവസം, അവരൊക്കെ എങ്ങനെയായിരുന്നു വലിയ അവരുടെ ജീവിയുടെ അവരുടെയൊക്കെ ശാരീരിക ഭാഷയൊക്കെ എന്തുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ജയിലിനകത്ത് നിന്ന് കിടക്കുക. ഇപ്പം അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇല്ലയോ, കൊതുകടിയാണോ, ഇത് നമുക്കറിയത്തില്ല. എന്നാലും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെയും ഒരു മാനസികാവസ്ഥ, സമൂഹത്തിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു 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 നിലനിൽപ്പ് ഇതെന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ. ഇന്ന് ഏതായാലും ശങ്കർദാസ് എന്ന് പറയുന്ന അദ്ദേഹം പോയിട്ട് സുപ്രീം കോടതി വരെ പോയി. അപ്പം ഒരു ഇതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതിയും പറഞ്ഞു നിങ്ങൾ ദൈവത്തിനെ കട്ടവരാണെന്നാണ് സുപ്രീം കോടതി ആദ്യമേ അദ്ദേഹത്തിനെതിരായിട്ട് പരാമർശം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷാഘാതമായിട്ടിപ്പം ആശുപത്രിയില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ. പക്ഷേ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊന്നും ഇത് വിചാരിക്കത്തില്ല. ഞങ്ങളൊക്കെ വലിയ ഉന്നതന്മാരാണ്, നമ്മളെ ഒന്നും ആരും തൊടത്തില്ല. തൊട്ട് കഴിഞ്ഞപ്പോഴാണ് വിവരം പിടികിട്ടിയത്. അതുകൊണ്ട് അയ്യപ്പനെ ദൈവത്തെ ഓർത്ത് അയ്യപ്പനെ തൊട്ട് കളിക്കരുത്. അയ്യപ്പൻ്റെ ശാപമേറ്റവരാരും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.